കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ്ക്കെതിരെ വീണ്ടും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഒരു പ്രത്യേക സംഘടനയ്ക്ക് വേണ്ടി ഗൗരവ് ഗൊഗോയുടെ ഭാര്യ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചെന്നാണ് പുതിയ ആരോപണം. വിവാഹശേഷം അവർ ഇന്ത്യയിൽ വന്നെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് ശമ്പളം ലഭിച്ചുകൊണ്ടിരുന്നുവെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ ആരോപിച്ചു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. എന്തായാലും ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആരോപണങ്ങൾ ഇങ്ങനെ ഗൗരവ് ഗൊഗോയ്ക്കെതിരെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ പാക് ബന്ധത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മ ഉയർത്തിയിരുന്നു. ഇന്നും സമാനമായ രീതിയിലുള്ള ആരോപണവുമായിട്ടാണ് അസം മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് ആരോപണം ഗൗരവ് ഗൊഗോയുടെ ഭാര്യയ്ക്കെതിരെയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം കുറെ വർഷങ്ങളോളം ഗൗരവ് ഗൊഗോയുടെ ഭാര്യ പാകിസ്ഥാനിൽ ഒരു പ്രത്യേക സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. 2008 ഗൗരവ് ഗൊഗോയുമായി വിവാഹം കഴിക്കുകയും വിവാഹത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് ശമ്പളം ലഭിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ശത്രു രാജ്യത്ത് നിന്ന് പണം കൈപ്പറ്റുന്നത് ഗുരുതരമായ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വിഷയമെന്നതാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗൗരവ് ഗൊഗോയ് ഏകദേശം 10 ദിവസത്തോളം പാകിസ്ഥാനിൽ തങ്ങി. അന്ന് വിസ അനുവദിച്ചത് പാകിസ്ഥാനിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ്. ഇന്ത്യയിലെ ഒരു MP വേണ്ടി എങ്ങനെയാണ് പാകിസ്ഥാനിലെ ഒരു മന്ത്രാലയം ഇടപെടുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൗരവ് ഗൊഗോയ്ക്കെതിരെ വലിയ വിമർശനം ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും അസം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ സമിതി കണ്ടെത്തിയ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുകയും ഇതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം നടത്തണമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള ആരോപണങ്ങളാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ന് ഗൗരവ് ഗൊഗോയ് മാധ്യമങ്ങളെ കാണും. അതിൽ നിരവധി ചോദ്യങ്ങൾ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം അസമിൽ ഉടനീളം 4000 ഏക്കറോളം ഹിമന്ത ബിശ്വ ശർമ്മയും കുടുംബവും ഇത്തരത്തിൽ പാവപ്പെട്ടവരിൽ നിന്ന് വാങ്ങി എന്നൊരു ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അടക്കം ഉയർത്തി ഹിമന്ത ബിശ്വ ശർമ്മയെ കൂടി പ്രതിരോധത്തിലാക്കാനാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഗൗരവ് ഗൊഗോയ്ക്കെതിരായ ആരോപണങ്ങൾ ഓരോ ദിവസവും തുടരുന്നതാണ് ഇപ്പോൾ അസം മുഖ്യമന്ത്രിയുടെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.